ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒന്നാണല്ലോ പാസ്ത. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഇത് നമ്മൾ ധാരാളം കഴിച്ചിട്ടുമുണ്ടാകും. ഈ പാസ്ത നമുക്ക് പല രീതിയിലും തയ്യാറാക്കിയെടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾ വളരെ ഇഷ്ടപ്പെടുന്ന വൈറ്റ് സോസ് പാസ്ത നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ പാസ്ത വേവിച്ചെടുക്കാനായി കുറച്ച് വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ പാസ്ത വെന്ത് വരുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ ഇരുന്നോളും. ഇനി ഇതിലേക്ക് നമുക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത നമുക്ക് പല ഷേപ്പിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പെനെ പാസ്തയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിതിങ്ങനെ തിളപ്പിച്ചെടുക്കാം. പാസ്ത വെന്ത് വന്നോ എന്ന് ചെക്ക് ചെയ്യാനായി നമുക്ക് ഇതേപോലെ ഒരു സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് പെട്ടെന്ന് തന്നെ മുറിഞ്ഞു വരികയാണെങ്കിൽ പാസ്ത വെന്ത് വന്നോ എന്ന് മനസ്സിലാക്കാം. ഇത് ഇനി നമുക്കൊരു സ്റ്റെയിനറിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 കപ്പ് ഗ്രീൻ കളർ ക്യാപ്സിക്കവും 1/2 കപ്പ് യെല്ലോ ക്യാപ്സിക്കവും 1/2 കപ്പ് റെഡ് ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വേണം വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വേവിച്ച ചോളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ 1/2 കപ്പ് ക്യാരറ്റ് പൊടിയായി അരിഞ്ഞതും ചേർക്കാം. ഇത് ഒരുപാട് നേരമായിട്ട് വേവിച്ചെടുക്കേണ്ടതൊന്നുമില്ല. ഈ വെജിറ്റബിൾസ് ഒക്കെ ചെറുതായി ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാസ്തയിലേക്കുള്ള വൈറ്റ് സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കാം. ഇത് നമുക്ക് ചെറുതായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇതേപോലെ കുറച്ചായി ഒഴിച്ച് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതേപോലുള്ള അടിപൊളി വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1-2 കഷ്ണം ചീസാണ്. ഇത് നിർബന്ധമൊന്നുമില്ല. വൈറ്റ് സോസ് കുറച്ചുകൂടെ ക്രീമിയും ടേസ്റ്റിയുമായിരിക്കാനാണ് നമ്മളിങ്ങനെ ചീസ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചേർത്ത ചീസൊക്കെ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വൈറ്റ് സോസ് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പാസ്ത ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ പാസ്തയിലൊക്കെ വൈറ്റ് സോസ് നന്നായി കവറാവുന്ന രീതിയിൽ നമുക്കൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ 3/4 ടീസ്പൂണിനടുത്ത് ഇറ്റാലിയൻ സീസണിങ്ങും ചേർത്ത് കൊടുക്കാം. ഈ പാസ്തയ്ക്ക് നല്ല ഇറ്റാലിയൻ ഫ്ലേവർ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ സീസണിങ് ചേർത്ത് കൊടുക്കുന്നത്. ഏറ്റവും അവസാനമായി നമുക്ക് 2-3 നുള്ള ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രീമിയും ടേസ്റ്റിയുമായ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന ടേസ്റ്റിലുള്ള വൈറ്റ് സോസ് പാസ്ത ഇനി നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാമല്ലോ. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിൽ അറിയിക്കണം. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.